സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റഹീം കട അന്വേഷിക്കാനായിട്ട് കറങ്ങി നടക്കുന്നു ബാലൻ. 8 വർഷം മുന്നേ കണ്ട ആളേനി, അതുപോലെ പരിചയപ്പെട്ട ആളേനി. നമ്മുടെ ആര്യനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ആര്യം പറയുന്നത് 8 ദിവസം, സോറി 8 വർഷം, 8 ദിവസം പോലും പരിചയമില്ല, ഇപ്പോഴത്തെ ആൾക്കാരെ കാണാൻ പറ്റാത്തൊരു കാലമാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യൻ ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, എനിക്കറിയാം കണ്ടുപിടിക്കാൻ എന്നും പറഞ്ഞ് കാറിൽ കയറാൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കാറിൽ കയറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയുടെ അമ്മനെയാണ്. ഗോമതിയുടെ അമ്മ ആകെ ഒരു ഫീലിംഗ് ആണ് ഗോമതി ഇല്ലാണ്ട്. അങ്ങനെ ആ വീട്ടിലേക്ക് നോക്കിയിട്ട്, എൻ്റെ ഗോമതിക്ക് ബാലൻ നിർമ്മിച്ച വീടാണ്, ഇത്രയും വർഷമായിട്ട് ഞാൻ ആ വീടൊന്നും കണ്ടിട്ടില്ല, ഇന്ന് എനിക്ക് ആ വീടൊന്ന് കാണണം, ഞാൻ ആ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്നെ കൃഷ്ണമംഗലത്ത് നിന്ന് പുറത്താക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറാണ്ട് നിന്നേന്നൊക്കെ പറഞ്ഞ് ഇന്ന് എന്തായാലും കയറണം എന്ന് പറഞ്ഞാൽ അമ്മ പാത്തും പതുങ്ങിയൊക്കെ നമ്മുടെ ദേവമംഗലത്തേക്ക് കയറാൻ ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ ആ അമ്മ നല്ല സന്തോഷത്തോടെ തന്നെ കയറി, അകത്തൊക്കെ കയറി, ഇങ്ങനെ ഭയങ്കര സന്തോഷം ഉണ്ട് അമ്മയുടെ മനസ്സിൽ. ആ സമയത്ത് നമ്മുടെ ധർമ്മൻ പേരെ അകത്തുനിന്ന് ഓടി വരും. അയ്യോ അമ്മ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഏട്ടന്മാർ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മനെ പുറത്താക്കുമല്ലോ, അമ്മ എന്തിനാ വന്നതെന്ന് വെച്ചപ്പോടാ ഞാൻ നിന്നെ കാണാൻ വന്നതാണ്, നീ അമ്പലത്തിൽ പോയി ഒരു അർച്ചന കഴിക്കണം എന്ന് പറയാൻ. എൻ്റെ അമ്മ പറഞ്ഞാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ധർമ്മൻ ഓടാൻ പോകുമ്പോൾ പറയണ്ടേടാ പോയി കുളിച്ചിട്ട് പോടാന്നൊക്കെ പറഞ്ഞ അമ്മനെ അകത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അതിനുശേഷം അമ്മ വീണ്ടും എല്ലാ മുറിയിലൊക്കെ കയറണം, കാണണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് ഗോമതിനെ അവിടെ കാണുന്നതായിട്ട് അമ്മയ്ക്ക് തോന്നുന്നു. അമ്മേ, എത്ര വർഷങ്ങളായി ഞാൻ അമ്മരെ ഈ വരവും കാത്ത് ഞാൻ ഇരിക്കണേന്നറിയോ, എനിക്ക് ഒരുപാട് സന്തോഷമായി, അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയില്ല. അയ്യോ മോളെ, നീ പോയതല്ലേ, നീ അവരെ കൂടെ ടൂർ പോയതില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മ വരുന്നതും കാത്തുകൂടി ഇരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അമ്മ എൻ്റെ വീട് കാണാൻ വന്നതല്ലേ, അങ്ങനെ എൻ്റെ വീട് എല്ലായിടത്തും കാണാനൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവരുടെ ഭാഗങ്ങളൊക്കെ തന്നെയാണ്, റൂം അല്ല സൗകര്യങ്ങളൊക്കെ നോക്കി കണ്ടു നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കടേനെ ധർമ്മം കടയിലേക്ക് വരുന്നുണ്ട്. രാമേട്ടനോട് നമ്മുടെ ബാലൻ ഇരിക്കുന്ന ഭാഗം ശൂന്യായിരിക്കുന്നുണ്ട്. അപ്പൊ ധർമ്മന് ചെറിയൊരു വിഷമമുണ്ട്. അങ്ങനെ ധർമ്മം പറയുന്നുണ്ട്, രാമേട്ട കാര്യളിയൻ വഴക്കും പറയും, ആക്ഷേപിക്കും, ഒരു ജാതിന്, എന്നാൽ അളിയൻ ഇല്ലാണ്ടൊരു വിഷമമുണ്ടല്ലേ എന്ന് വെച്ചപ്പോൾ അത് അങ്ങനെയാടാ ബാല ധർമ്മ, ഒരാളില്ലാണ്ടാവുമ്പോൾ നമ്മൾ അയാളുടെ ശൂന്യത മനസ്സിലാക്കണേന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോട്ടെ, നീ അവിടെ ഇരിക്കുന്നപ്പോൾ അയ്യോ ഞാനിരിക്കൂല, അളിയനില്ലെങ്കിൽ രാമേട്ടനാണ് അവിടെ ഇരിക്കാൻ ഏറ്റവും അർഹൻ, അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ രാമേട്ടൻ പറഞ്ഞേ ഞാനൊരിക്കലും ഇരിക്കൂല, എൻ്റെ ബാലിൻ്റെ കസേരയിൽ ഞാനിവിടേക്ക് നിന്നോളാം, നീ ഇരിക്കടാ എന്ന് പറഞ്ഞു. അങ്ങനെ ധർമ്മൻ അതിലിരിക്കുന്നുണ്ട്. ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട് നമ്മുടെ ബാലൻ്റെ ഓർമ്മയിൽ. എന്നെ ബാലൻ ഒരേ ഡയലോഗൊക്കെ ബാലൻ്റെ രീതിയിലൊക്കെ പറയുന്നുണ്ട്, ലോഡിറക്കിയോ എൻ്റെ കൈ എന്നെ എത്തണം, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ധർമ്മൻ ആകെ പൊട്ടിത്തെറിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. നിനക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ രാമേട്ടൻ കവളത്തൊന്ന് കൊടുക്കുമ്പോൾ അയ്യോ ആ കസേരയിൽ ഇരിക്കാൻ പറ്റില്ല രാമേട്ട, ആ കസേരയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ അളിയൻ്റെ പ്രേതം കയറുന്ന പോലെയൊക്കെ തോന്നുന്നു പറഞ്ഞ് ആ സമയത്ത് ഒരാൾ പഞ്ചസാര കയറുമ്പോൾ പഞ്ചസാര എടുത്തു കൊടുക്കാൻ ബാലേൻ്റെതായ രീതിയിൽ ധർമ്മനെ ആജ്ഞാപിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നത്. ഇതേ സമയം തന്നെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൊടൈക്കനാൽ തന്നെയാണ്. വണ്ടി നിർത്തി ഗോമതി ഓടുന്നു ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കൂടെ വരുന്നുണ്ട്. എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ലോകം മുഴുവൻ ചുറ്റിയിട്ട് തല കറങ്ങിയിട്ട് ആര്യം ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഒരാൾ അതിലേ പോകുമ്പോൾ നമ്മുടെ ആര്യം ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇവിടെ ഒരു റഹീമിക്കാടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നല്ലോ എന്ന് വെച്ചപ്പോൾ റഹീമൊക്കെ തലയിലൊക്കെ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിട്ട് എപ്പോഴും ചിരിച്ചു വർത്താനം പറയുന്നൊക്കെയാണെന്ന് വെച്ചപ്പോൾ അതന്നെ എന്ന് ബാലൻ പറയുന്നുണ്ട്. ശൈലം ഹോട്ടലാണോ എന്ന് വെച്ചപ്പോൾ അതന്നെ, ഞാൻ പേര് മറന്നതാണ്, അതൊക്കെ പോയല്ലോ ചേട്ടാ, ആ ഹോട്ടലിൽ ഇരിക്കുന്നിടത്താണ് ഇപ്പോൾ പെട്രോൾ പമ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ. റഹീമൊക്കെ 8 വർഷങ്ങൾക്ക് മുന്നേ പോയി. 8 വർഷങ്ങൾക്ക് മുന്നേ അമേരിക്കയിലേക്ക് മോൻ്റെയും മരുമോളെ കൂടെ ഒക്കെ പോയേക്കണ്. ഇപ്പം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞതിന് ശേഷം അപ്പോൾ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. 8 വർഷം മുന്നേ കാണാതെ ഇടിച്ചു പൊളിച്ച ഹോട്ടൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ 9 മണിക്കൂറായി നടക്കണമെന്ന കാര്യം പറയുന്നുണ്ട്. മീനാക്ഷിക്കാണെങ്കിൽ ദേഷ്യം വന്ന് മീനാക്ഷി വേഗം കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യാൻ, എനിക്കറിയാം പോയ കാര്യം, ഇതൊക്കെ അച്ഛനോട് പറഞ്ഞതല്ലേ നേരത്തെ ഒന്ന് അന്വേഷിക്കാൻ. അങ്ങനെ ഗോമതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തർക്കിച്ച് നിൽക്കാണ്ട് എത്രയും പെട്ടെന്ന് വേറെ ഏതൊരു ഹോട്ടൽ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ആ സമയത്ത് നമ്മുടെ ധർമ്മം വിളിക്കുന്നുണ്ട്. അപ്പോൾ റൂം എടുത്തിട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, എന്നെ ഇവിടെ എത്തിച്ചത് ഇത്രയാക്കിയത് ഗോമതി സ്റ്റോഴ്സിന്, ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് ഒരു കോൾ വന്ന് എനിക്ക് എടുക്കാണ്ട് പറ്റില്ല എന്ന് പറയുന്നത്. അങ്ങനെ രാമേട്ടൻ വിളിച്ചത് വിശേഷങ്ങളൊക്കെ ചോദിക്കാനാണ്. രാമേട്ടനോട് വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ധർമ്മൻ്റെ കൊടുക്കാൻ പറയുന്നുണ്ട്. ധർമ്മനോട് സംസാരിക്കും.
ധർമ്മ, നീ വീട്ടിൽ വളവള എന്ന് പറയുന്നത് പോലെ കസ്റ്റമറോടൊന്നും അങ്ങനെ പറയരുത്, അവർ നല്ല രീതിയിൽ തന്നെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ശരി അളിയ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ അളിയന് വിഷമാവോ? എന്താ നീ പറയും? അതെ, കൂടുള്ള പാവങ്ങളെ കുറച്ച് പീഡിപ്പിക്കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടാ നീ പറഞ്ഞത്. ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ അവിടെ വന്നിട്ട് തരാടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കാറിൽ കയറി അവരൊരു ഹോട്ടലിന്റെ മുന്നിൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ അവരോടൊക്കെ പുറത്ത് നിൽക്ക്, ഞാൻ പോയി റൂം അന്വേഷിച്ചിട്ട് വരാമെന്ന് ആര്യം പറയുമ്പോൾ ആര്യനോട് പറയുന്നുണ്ട്, നാട്ടിൽ നിന്ന് ഒന്നാണ്, പൈസ ഒക്കെ നല്ലോണം കുറച്ചൊക്കെ ചോദിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആര്യൻ അവിടേക്ക് ആ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ മിത്രനെ ഒരു കൂട്ടുകാരനെയും കണ്ടത്. അവർ അവിടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അവർ റൂമിന്റെ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ ആര്യൻ റൂമിന്റെ കാര്യം ചോദിക്കാണ്ട് നേരെ അവരെ പിന്നാലെയാണ് പോകുന്നത്. പെട്ടെന്ന് തന്നെ ആര്യനാണ് പിന്നാലെ വരുന്നതെന്ന് മിത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. മിത്ര അവളോട് ആ കൂട്ടുകാരിയോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട്, അത് ശരി, നീ മണത്ത് എന്റെ പിന്നാലെ വന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്നെ പിന്നാലെ എനിക്ക് എന്താ വട്ടുണ്ടോ? നീയല്ലേ ഇപ്പൊ എന്റെ പിന്നാലെ വന്നത്, എന്റെ എവിടെ പോയാലും എന്നെ വിടൂല എന്ന് പറഞ്ഞിട്ട് നീയല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്താ, ഞാൻ തലയ്ക്ക് വല്ല സുഖമില്ല, ഞാനിവിടെ വരുന്നത് അറിഞ്ഞിട്ടല്ലടാ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുന്നുണ്ട് ആര്യനോട്. ആ സമയത്ത് മിത്ര രണ്ടുപേരും കൂടി തമ്മിൽ വഴക്കാവണം. നിന്റെ പിന്നാലെ വരാൻ എനിക്ക് എന്താ വല്ല വട്ടുണ്ടാ? അതെ, പിന്നെ കൂട്ടുകാരി വന്ന് ചോദിക്കുമ്പോൾ, നീ അറിയില്ലേ ഇതിന് മഹാനായ ബാലന്റെ മകൻ, ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്നത്, നീ പൊക്കോ, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം, ഇവനെ എന്നോട് പ്രേമണെന്നൊക്കെ പറഞ്ഞ് മിത്ര പരിഹസിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരി മാറിയിരിക്കുമ്പോൾ, നീ എന്തടി പറഞ്ഞത്? എനിക്ക് നിന്നോട് പ്രേമോ? പിന്നെ എനിക്ക് ഞാൻ ഈ ട്രെയിനിൽ തലവയ്ക്കുന്നതിന് തുല്യമുണ്ട് നിന്നോട്, നിന്നെ പ്രേമിക്കുന്നതിനൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ തമ്മിൽ വഴക്കാവുന്നുണ്ട്. ആ സമയത്ത് കോളർമ പിടിച്ചിട്ട്, നീ എന്താടാ പറഞ്ഞത്? ഞാൻ അത്രയ്ക്ക് കൊള്ളില്ലാത്താണെന്നൊക്കെ ചോദിക്കും. അതേടി, നീ എന്നെ പോലെ ഒരു വൃത്തികെട്ട പെൺകുട്ടി വേറെ എവിടെയും ഉള്ളതെന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും കൂടെ വഴക്കുണ്ടാകുമ്പോൾ ഒരു പള്ളിയിൽ അച്ഛൻ വന്നിട്ടുണ്ട്. കുഞ്ഞാടുകളെ എന്നൊക്കെ വിളിച്ചു വരും. നിങ്ങൾ എന്താ ഇങ്ങനെ പരസ്പരം വഴക്കുണ്ടാക്കണ? ഒത്തൊരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ലേ നിങ്ങൾ? എൻ്റെ നേരെ വന്ന് നിൽക്കാൻ പറയുമ്പോൾ ആര്യം നേരെ ചെന്ന് നിൽക്കും. മീനാക്ഷി നിൽക്കില്ല. നിൽക്ക് മോളെ നിൽക്ക്, ഞാനൊരു പള്ളിയിൽ അച്ഛൻ വികാരിയാണ്, ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നിൽക്കുമ്പോൾ രണ്ടുപേരെ തലയിലും കൈ വെച്ചിട്ട് പറയുന്നത്, ജീവിതാവസാനം മുഴുവൻ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ ജീവിക്കേണ്ടതെന്ന്. അത് കണ്ടിട്ട് വേണം നിങ്ങളുടെ കുട്ടികളും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ, നിങ്ങളുടെ പാതയിലൂടെ പിന്തുടരാൻ. അത് അങ്ങനെ ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ജീവിക്കേണ്ടത്. എന്നിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ തല്ല് കൂടിയാലേ ശരിയാവില്ല. നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ നിങ്ങളത് പ്രകടിപ്പിക്കാണ്ടാണ്. 1000 വർഷം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സുഖമായി ജീവിക്കാൻ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആര്യനും ഇത്രയ്ക്കും എന്തോ ഷോക്കേറ്റ പോലെ ആവുന്നുണ്ട്. കാരണം ഒന്നും പറയാൻ പറ്റണില്ല, പള്ളിയിൽ അച്ഛനായി പോയില്ലേ. അങ്ങനെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അയ്യോ അച്ഛൻ, ഞങ്ങൾ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, കണ്ട, കല്യാണം കഴിച്ചിട്ടില്ല എന്ന് വരെ നിങ്ങൾ വെറുതെ പറയുന്നതാണ്. നിങ്ങളുടെ വിവാഹവും കഴിഞ്ഞതാണ്, അത് എനിക്കറിയാം. നിങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറഞ്ഞ് അച്ഛനെ അനുഗ്രഹിച്ച് പോകുമ്പോൾ ആര്യനും ഇത്രയും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നതോടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.